ഹലോ. ഇന്ന് നിങ്ങൾ കണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാവോ? ഇതിൻ്റെ പേര് പൊന്നാങ്കണ്ണി ചീര എന്നാണ്. എനിക്കിത് ഫസ്റ്റ് ടൈമാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പൊന്നാങ്കണ്ണി അതുപോലെ തന്നെ പൊന്നു പോലെയുള്ളൊരു ചീരയാണ്. ഭയങ്കര ഹെൽത്തി ബെനിഫിറ്റ്സാണ്. കണ്ണിനും മുടിക്കും കരളിനും എല്ലാം തന്നെ വളരെ ഹെൽപ്ഫുള്ളായ ഒരു ഐറ്റമാണ്. അപ്പം വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എനിക്കിതിവിടെ കോയമ്പത്തൂർ മാർക്കറ്റിൽ വെജിറ്റബിൾ മാർക്കറ്റിൽ കിട്ടിയതാണ്. എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ്. ഇത് പരിപ്പിൻ്റെ കൂടെ വെക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ തോരനാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഇതിൻ്റെ അധികം മൂത്ത ഇലകൾ വേണ്ട, മൂത്ത തണ്ടും വേണ്ട, ഇളയ ഇലകളും തണ്ടും എടുത്ത് നന്നായിട്ട് ചെറുതായി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി വേണ്ട, നമ്മുടെ കാന്താരി മുളകാണ് ഞാൻ ഇതിലിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ഒരു നുള്ളു മുളക് പൊടി ഇടാം, അല്ലെങ്കിൽ പച്ചമുളക് കീറിയിടാം. കുറച്ച് ഉപ്പും മഞ്ഞളും, ഞാനിതിൽ കാന്താരി മുളക് ഒരു 4 ഇടുന്നുണ്ട്. അതെല്ലാം കൂടി ചതച്ചിട്ട്, വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി വെക്കുക. ഇലയിൽ വെള്ളം മാക്സിമം കളയാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കുറച്ച് അതിങ്ങനെ വെള്ളത്തിലിടുന്നത്. അതുകൊണ്ട് വെള്ളം മാക്സിമം നല്ല കുടഞ്ഞ് കളയുക. തുണി കൊണ്ടോ ഞാൻ തുടച്ച് കളഞ്ഞ് നന്നായിട്ട് ഒപ്പിക്കളയുക. അപ്പോൾ ഇലയിലെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതേ സമയം കുക്കൊന്നും ചെയ്യണ്ട. പക്ഷേ ഈ ഇല പച്ചക്ക് ഒരിക്കലും കഴിക്കാൻ പാടില്ല. ഇതിൽ ഓക്സലേറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുക്ക് ചെയ്ത് മാത്രമേ കഴിക്കാവുള്ളൂ. ഓക്കെ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് അതും എല്ലാം കൂടെ അതിനകത്തേക്കാണ് നമ്മൾ ചീരയിട്ട് വഴറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതിനായിട്ടൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി എടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ അതിൽ നമുക്ക് കുറേ അയണൊക്കെ കിട്ടും. അത് കാരണം ഞാൻ ഇരുമ്പിൻ ചീഞ്ചട്ടിയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇരുമ്പിൻ ചീഞ്ചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് നന്നായിട്ട് പൊട്ടുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് എന്തൊക്കെ ഇടാം, ചെറിയുള്ളി, പിന്നെ കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, എന്നാലും അത്യാവശ്യം ഒരു മൂപ്പിക്കുന്ന ഒരു ടേസ്റ്റ്. ചിലർക്ക് നല്ല കരിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിനകത്തേക്ക് നമ്മളെ മഞ്ഞളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചീരയിട്ട് നന്നായിട്ട് ഇളക്കി അത് അടച്ച് വെച്ച് നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വേണമെന്നില്ല, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. എന്നിട്ട് അടച്ച് വെച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ വെള്ളം മാക്സിമം കളയണമെന്ന് പറയുന്നത്. അല്ലെ വെള്ളം അതിനകത്ത് ഉണ്ടാവും, കുറച്ച് സമയം കുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുക്ക് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചീര ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയെ ചേർത്ത്, തേങ്ങ ചിരവിയോട് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും. അപ്പം ഇവിടെ എൻ്റെ 2 മക്കളും നന്നായിട്ടൊന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം
അപ്പം നിങ്ങളുടെ മക്കളും കഴിക്കാനായിട്ട് നിർബന്ധിക്കണം. അത്രയും നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയായൊരു ഐറ്റമാണ്. കിട്ടുവാണെങ്കിൽ ഞാനിതിൻ്റെ തണ്ടൊക്കെ മുളപ്പിക്കാനായിട്ട് വേര് വരാനായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. ഉണ്ടാവും നോക്കാം. ബ്രൈറ്റുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.